ആസാം റൈഫിൾസിൽ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മിനിമം 10ാം ക്ലാസ് യോഗ്യത മുതലുള്ളവർക്കാണ് വനിതകൾക്കും പുരുഷന്മാർക്കും പുതിയൊരു അവസരം ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട്. ഒരു റിക്രൂട്ട്മെൻറ്റ് റാലിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് വന്ന ഉടനെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പിലുള്ളവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള യോഗ്യതകൾ, ബാക്കിയുള്ള ക്രൈറ്റീരിയ, എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. പ്രധാനമായിട്ടും ഇതിൽ 10ാം ക്ലാസ് ബേസിൽ ആകെ ഒരു പോസ്റ്റേ ഉള്ളൂ. അതുപോലെ തന്നെ ഫീമെയിൽസിന് അപേക്ഷിക്കാൻ പറ്റുന്നതും ഒരു പോസ്റ്റേ ഉള്ളൂ. ഫീമെയിൽസിന് അപേക്ഷിക്കാൻ പറ്റുന്നത് ഫാർമസിസ്റ്റ് മാത്രമാണ്. അപ്പോൾ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് സെൻറ്റേഴ്സും കാര്യങ്ങളൊന്നും നമുക്ക് കേരളത്തിൽ അവൈലബിൾ അല്ല എന്നും കൂടി ശ്രദ്ധിക്കുക. ആസാം റൈഫിൾസിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് റാലി കൂടി ആസാം റൈഫിൾസിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 22 ഫെബ്രുവരി 2025 അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 22 മാർച്ച് 2025 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഇത് ലാസ്റ്റ് ഡേറ്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 22 മാർച്ച് 2025 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് പ്രത്യേകം പറയാനുള്ള കാര്യം, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന ഉടനെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനലിലൂടെ ഈ കാര്യം അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ മെത്തേഡിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ. ആസാം റൈഫിൾസ് ടെക്നിക്കൽ ആൻഡ് ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റിൻ്റെ റാലി 2025 അത് ടെൻറ്ററ്റീവ്ലി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് 3rd അല്ലെങ്കിൽ 4th വീക്ക് ഓഫ് ഏപ്രിൽ 2025 അപ്പോൾ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിൻ്റെ റാലി, അതായത് ഫിസിക്കൽ ഉണ്ടാവുമെന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റാലിക്ക് പോകുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഹൗ ടു അപ്ലൈ എന്ന് പറയുന്നത് ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, കാൻഡിഡേറ്റ്സ് വയൽ റിപ്പോർട്ടിംഗ് ഫോർ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വിൽ പ്രൊഡ്യൂസ് ഒറിജിനൽ കോപ്പി ഓഫ് പേയ്മെൻറ്റ് റെസീറ്റ് അല്ലെങ്കിൽ ചലാൻ ഫോർ ഒഫീഷ്യൽ റെക്കോർഡ്സ്. അതായത് നിങ്ങൾ ഫീസ് അടച്ചിട്ടുള്ളതിൻ്റെ റെസീറ്റ് നിങ്ങൾ ഫിസിക്കലിന് പോകുമ്പോൾ കയ്യിൽ സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. എന്തായാലും ഫീസ് അടക്കേണ്ട മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾ അപേക്ഷിക്കുന്നത് ഗ്രൂപ്പ് ബി പോസ്റ്റുകൾക്കൊക്കെ ആണെങ്കിൽ അതിന് 200 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പ് സി പോസ്റ്റ് ആകുമ്പോൾ 100 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കാം. അതിന് SBIൻ്റെ ബാങ്ക് അക്കൗണ്ട് നമ്പറും കറണ്ട് ബാങ്ക് അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അതുപോലെ തന്നെ ഫീമെയിൽസിന് SC ST ഉദ്യോഗാർത്ഥികൾ ഇവരൊന്നും ഫീസ് അടക്കേണ്ട കാര്യമില്ല എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് ആദ്യം PST ഉണ്ടാവും, പിന്നെ PET ഉണ്ടാവും, പിന്നെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടാവും. ഇതിൻ്റെ ഒരു ഏകദേശം മെത്തേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് നടക്കുന്നത് നാഗാലാൻഡിൽ വെച്ചിട്ടായിരിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ സെലക്ഷൻ കേരളത്തിൽ ഉണ്ടാവില്ല, നാഗാലാൻഡ് വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റും അതിൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ ഏകദേശം ഒന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഓരോരോ പോസ്റ്റും ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടായിട്ട് കാണാൻ സാധിക്കും. പിന്നെ സ്കിൽ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും. സ്കിൽ ടെസ്റ്റ്, റിട്ടൺ ടെസ്റ്റ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. പിന്നെ മെഡിക്കൽ ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവുമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. അത് നിങ്ങൾക്ക് പോസ്റ്റ് പറയുമ്പോൾ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, റിലീജിയസ് ടീച്ചർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്. അത് ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. നായക് സുബൈദാർ പോസ്റ്റാണ്. ഏത് പോസ്റ്റാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് അതിൻ്റെ റാങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രാജുവേറ്റ് വിത്ത് മാധ്യമ അല്ലെങ്കിൽ ഇൻ സംസ്കൃത ഓർ ഭൂഷാൻ ഇൻ ഹിന്ദിയിലാണ് പറഞ്ഞിട്ടുള്ളത്. ഏജ് ലിമിറ്റ് 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രേഡ് റേഡിയോ മെക്കാനിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആൺകുട്ടികൾക്കാണ് അതിന് അപേക്ഷിക്കാൻ സാധിക്കുക. വാറൻറ്റ് ഓഫീസർ പോസ്റ്റാണ്. 10ാം ക്ലാസ് വേണം, വിത്ത് ഡിപ്ലോമയോട് കൂടിയാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടെക്നോളജി അല്ലെങ്കിൽ മറ്റുള്ള ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ മറ്റുള്ള യോഗ്യത ഇവിടെ പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലേ, +2 നിങ്ങൾക്ക് +2 അതുപോലെ തന്നെ വിത്ത് അഗ്രിഗേറ്റ് മാർക്ക് 50% വിത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതോടുകൂടി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. +2 ഉണ്ടെങ്കിലും അപേക്ഷിക്കാൻ സാധിക്കും, സയൻസോട് കൂടി എന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ 10ാം ക്ലാസ് വിത്ത് ഡിപ്ലോമയാണ് പറയുന്നത്. ഇവിടെ കുറേ സ്ട്രീം പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് വിശദീകരിക്കാൻ നിന്നാൽ ഒരുപാട് സമയമെടുക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു പോകാം. പിന്നെ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് യോഗ്യതയുള്ള പോസ്റ്റുകൾ വരുന്നുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി അപ്ലൈ ചെയ്യാൻ പറ്റും. 18 to 25 വയസ്സ് വരെയാണ് റേഡിയോ മെക്കാനിക്കിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലൈൻമാൻ കാണാൻ സാധിക്കും. ലൈൻമാൻ പോസ്റ്റിന് ആൺകുട്ടികൾക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അത് റൈഫിൾമാൻ പോസ്റ്റാണ്. അതായത് റാങ്ക് റൈഫിൾമാൻ ആണ് വരുന്നത്. അതുപോലെ 10ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യത ചോദിക്കുന്നുണ്ട്. പിന്നെ ITI സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. 18 to 23 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക്ക് വരുന്നത് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. 10ാം ക്ലാസ്സാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൻ്റെ കൂടെ ITI കൂടി വേണം. 18 to 23 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. പിന്നെ ഇലക്ട്രീഷ്യൻ മെക്കാനിക് പോസ്റ്റ് വെഹിക്കിളാണ്. അതിൻ്റെ വന്നത് കാണാൻ സാധിക്കും. ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ 18 to 23 വയസ്സ് വരെയാണ് യോഗ്യത. 18 to 23 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. 10ാം ക്ലാസ്സും അതുപോലെ തന്നെ ITIയുമാണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ റിക്കവറി വെഹിക്കിൾ മെക്കാനിക്ക് കാണാൻ സാധിക്കും.
അതിന് നിങ്ങൾക്ക് 10ാം ക്ലാസ് വേണം. അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ITI വേണമെന്ന് പറയുന്നുണ്ട്. 18 to 25 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ അപ്പ് ഹോൾസ്റ്റർ വരുന്ന കാണാൻ സാധിക്കും. ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റ് 18 to 23 വയസ്സ് വരെയാണ്. 10ാം ക്ലാസ്സും ITI ആണ് ചോദിച്ചിട്ടുള്ളത് യോഗ്യത എന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതുപോലെ അടുത്ത പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ ആണ്. അതിന് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത് 10ാം ക്ലാസ്സും വിത്ത് ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ഡിപ്ലോമ അല്ലെങ്കിൽ ITI ഈ പറയുന്ന ഏതെങ്കിലും, അതായത് 10ാം ക്ലാസ്സിൽ ഈ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. ഇംഗ്ലീഷ്, മാത്സ് അതൊക്കെ ഉണ്ടാവും, സയൻസ് ഉണ്ടാവും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡിപ്ലോമയും കൂടി വേണം, അല്ലെങ്കിൽ ITI വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ട്രാക്സ്മാൻ ആണ്, അതിന് അപേക്ഷിക്കാനായിട്ട് +2 വേണം. 10+2 ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ 3 ഇയർ ഡിപ്ലോമയും കൂടി ചോദിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റാണ്. 18 to 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. യോഗ്യത ബാച്ചിലർ ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്ലംബർ കാണാൻ സാധിക്കുന്നതാണ്. 10ാം ക്ലാസ് ആണ് യോഗ്യതയായിട്ട് പറഞ്ഞത്. പിന്നെ ITI വേണം. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് തിയേറ്റർ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റ് വന്നിട്ടുണ്ട്. അതിന് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അധിക പോസ്റ്റും മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് അപേക്ഷിക്കാനുള്ള യോഗ്യത എന്ന് പറയുന്നത് 10+2 ആണ്, അതായത് +2 വേണം. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് ടെക്നീഷ്യനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സമാന മേഖലയിലുള്ള ഡിപ്ലോമ വയ്ക്കുന്നുണ്ട്. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും. ഫാർമസിസ്റ്റിന് നോക്കുകയാണെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ഫാർമസിസ്റ്റ് ആണുള്ളത്. അപ്പോൾ അത് വാറൻറ്റ് ഓഫീസർ റാങ്കാണ് വരുന്നത്. 10+2 ആണ് യോഗ്യത. പിന്നെ ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ഫാർമസിയിൽ ആവശ്യമാണ്, എങ്കിലേ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. പിന്നെ അനുബന്ധമായിട്ടുള്ള മറ്റ് യോഗ്യതകൾ പറയുന്നുണ്ട്. 20 to 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എക്സ്റേ അസിസ്റ്റൻറ്റ് പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ സാധിക്കുക. +2 ആണ് യോഗ്യതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. വിത്ത് ഡിപ്ലോമ വേണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. 18 to 23 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റ് +2 ആണ് വിദ്യാഭ്യാസ യോഗ്യത. അതുപോലെ തന്നെ 2 ഇയർ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് സമാന മേഖലയിൽ വേണം. 21 മുതൽ 23 വയസ്സ് വരെയാണ് പ്രായപരിധി പറഞ്ഞിട്ടുള്ളത്. പിന്നെ സഫായി കാണാൻ സാധിക്കും. സഫായിലേക്ക് നോക്കുകയാണെങ്കിൽ ആൺകുട്ടികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും. അതിന് 10ാം ക്ലാസ് മാത്രമേ വേണ്ടൂ. ആകെയുള്ള ഒരു പോസ്റ്റ് 10ാം ക്ലാസ് മാത്രം വെച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റ് ട്രേഡ് സഫായി ആണ്. സഫായി കർമ്മചാരി ഈ ഒരു പോസ്റ്റിനാണ് നിങ്ങൾക്ക് 10ാം ക്ലാസ് മാത്രം വെച്ച് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. 18 to 23 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഓരോന്നിനും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സഫായിക്ക് മൊത്തം വന്നിട്ടുള്ളത് 70 ഒഴിവുകളാണ്. 10ാം ക്ലാസ് മാത്രമുള്ള പോസ്റ്റ് കൊണ്ടാണ് അത് മാത്രമേ എടുത്ത് പറയുന്നത്. 215 ഒഴിവുകളാണ് ടോട്ടലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സോ ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഏജിൽ 5 വർഷത്തെ ഇളവ് SC/ST ഉദ്യോഗാർത്ഥികൾക്കും 3 വർഷത്തെ ഇളവ് OBC ഉദ്യോഗാർത്ഥികൾക്കും നൽകപ്പെടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 170 സെൻറ്റിമീറ്റർ ആൺകുട്ടികൾക്ക് വേണം, 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണമെന്ന് പറയുന്നുണ്ട്. ചെസ്റ്റ് എക്സ്പാൻഷൻ 85 സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റിയിരിക്കണമെന്നും കൂടി പറയുന്നുണ്ട്. ഹൈറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈറ്റ് അതുപോലെ തന്നെ ചെസ്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ, അതായത് ST ഉദ്യോഗാർത്ഥികളാണെങ്കിൽ 162.5 സെൻറ്റിമീറ്റർ ഉയരം മതി, ചെസ്റ്റ് 76 സെൻറ്റിമീറ്റർ മതി, 81 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയിരിക്കണമെന്നും കൂടി പറയുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഏതൊക്കെ പോസ്റ്റിനാണ് ഈ പറയുന്ന ഹൈറ്റും ചെസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടത് എന്നുള്ളത്. ഫാർമസിസ്റ്റിനാണ് ഫീമെയിൽസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഫാർമസിസ്റ്റിന് വാറൻറ്റ് ഓഫീസർ പോസ്റ്റാണത്, അതായത് റാങ്ക് വാറൻറ്റ് ഓഫീസറാണ്, പോസ്റ്റ് ഫാർമസിസ്റ്റാണ്. അതിന് പുരുഷന്മാർക്ക് 170 സെൻറ്റിമീറ്റർ ഉയരം വേണം, വനിതകൾക്ക് 157 സെൻറ്റിമീറ്ററാണ് പറയുന്നത്. ചെസ്റ്റ് നേരത്തെ പറഞ്ഞ സെയിം തന്നെയാണ്, എല്ലാവർക്കും 180 സെൻറ്റിമീറ്റർ 85 ആക്കാൻ പറ്റണം. അതുപോലെ തന്നെ ST ഉദ്യോഗാർത്ഥികളാകുമ്പോൾ 150 സെൻറ്റിമീറ്ററാണ് വനിതകൾക്ക് ഹൈറ്റ് പറയുന്നത്. അപ്പം ബാക്കിയൊക്കെ ഏകദേശം കറക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ നോക്കാം. റിലീജിയസ് ടീച്ചറിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെഹിക്കിൾ മെക്കാനിക്കിൻ്റെ ഹൈറ്റ് കാര്യങ്ങൾ, ചെസ്റ്റ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫിസിക്കലിലേക്ക് കിടക്കുകയാണെങ്കിൽ ഫിസിക്കൽ വരുന്നത് 5 കിലോമീറ്റർ ഓട്ടമാണ്. കേരളത്തിലുള്ളവരൊക്കെ പോകുമ്പോൾ 5 കിലോമീറ്റർ ഓട്ടം 24 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം. ഫീമെയിൽസ് ആകുമ്പോൾ 1.6 കിലോമീറ്റർ ഓട്ടം 8.5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഓടി തീർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ളത്. ഈ നോട്ടിഫിക്കേഷൻ താഴെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക. മിനിമം 10ാം ക്ലാസ്സിലുള്ള ഒരേ ഒരു പോസ്റ്റേ ഉള്ളൂ. ആ പോസ്റ്റ് എന്ന് പറയുന്നത് സഫായി ആണ്. സഫായി കർമ്മചാരി 70 ഒഴിവുകൾ ടോട്ടൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം ഈ പോസ്റ്റിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് 215 ഒഴിവുകളാണ്. സോ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ നിങ്ങൾ പ്രോപ്പറായിട്ട് ലൈഫ് ട്രാക്ക് മലയാളം എന്ന ഈ ഒരു കമ്മ്യൂണിറ്റി കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം പോരാ, കറക്റ്റായിട്ട് വരുന്ന അപ്ഡേറ്റുകളൊക്കെ ഫോളോ ചെയ്യാനും കൂടി നിങ്ങൾ ശ്രമിക്കുക.